അങ്ങനെ ഷുഗർ അവിടെ നിന്ന് എണീച്ച് പോകുമ്പോൾ ഒരു ഷുഗറിൻ്റെ കാർഡ് ഒന്ന് കിട്ടി. അത് ഷുഗർ എടുത്തോണ്ട് സ്മോക്ക് ചെയ്ത് ഷുഗർ അവിടെ നിന്ന് പോയി. അങ്ങനെ ഷുഗറിൻ്റെ ഫ്രണ്ട്സോട് സംസാരിക്കാൻ ഷുഗർ പറയാൻ തുടങ്ങി, എന്താടാ ആറ്റി എല്ലാടാ. എന്നിട്ട് ഷുഗർ കുട്ടികൾ ജോലിയായിരുന്നു, അങ്ങനെ ബിസി ആയിരുന്നു ഷുഗർ സെറ്റായത് സ്മോക്ക് ചെയ്ത്. അയ്യോ ഇപ്പം എന്താ ചെയ്യും? ഷുഗർ മനസ്സിൽ വന്നിരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇത് സെറ്റാകുന്നില്ല. ഷുഗർ ഇത് ഫോട്ടോസ് നോക്കിയായിരുന്നു. അതിൽ ഹീറോയിൻ്റെ ഫോട്ടോ ആണ് ഇവളതിൻ്റെ കൂടെ ഇട്ട. ഷുഗർ ഹീറോയിന് നന്നായിട്ട് ഓർമ്മ ലൈറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഷുഗർ ഫോട്ടോ നോക്കി മറ്റത് ഹീറോയിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടി. ഇന്ത്യൻ കോൾ ഓക്കെ. ഓ ഇന്നതായിട്ട് പോവാണോ? ശരി ഓക്കെ. എന്നാൽ ഷുഗർ സ്നോച്ചത് ശരി കണ്ടിട്ട് ഞാൻ എന്നെ തേടി വരൂടി എന്നാൽ ഷുഗർ സ്നോച്ചതായിരുന്നു. ഹീറോയിൻ്റെ ഫോൺ നമ്പറും ഉണ്ടായിരുന്നു. അതിലും ഫാമിലി ഫോൺ നമ്പർ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. ഷുഗർ സ്നോച്ചത് ശരിക്കായിരുന്നു. അങ്ങനെ ഷുഗറിനിരിക്കാൻ എനിക്ക് അറ്റാസായി. അന്ന് മാത്രമല്ല ഷുഗറിനിരിക്കാൻ ഓക്കെ കണ്ടിട്ട് നീ എനിക്ക് ഷുഗർ മനസ്സിൽ നിന്നിരിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഷുഗർ ബിസി ആയിരുന്നു. ഹീറോ ഇന്ത്യയൊക്കെ വന്നു. ഹീറോയും വന്ന് ഫ്രണ്ടിനോട് പറയും, മച്ചി എല്ലാം നടന്നോടി. ഇപ്പം എന്താ ചെയ്യുക? ഇത് കേട്ട് ഫ്രണ്ട് ഷോക്കായിരുന്നു. ഷുഗർക്ക് എനിക്ക് എല്ലാം നടന്നു. അങ്ങനെ ഹീറോ വീട്ടിൽ പോയിട്ട് നോക്കുക. ഹീറോയ്ക്ക് വീട്ടിൽ നോക്കുമ്പോൾ ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഹീറോയിൻ്റെ വീട്ടിൽ എന്നെ കൊണ്ട് ഫാമിലി സംസാരിക്കുമായിരുന്നു. എന്താണ് ഫ്രീയ നിനക്ക് മാരേജ് ചെയ്യിച്ചോളാം മോം എന്നാണ് പറഞ്ഞത്. എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് മോം, ഓൾറെഡി എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് മോം എന്ന് പറഞ്ഞു ഹീറോ. ആരെൻ്റെ ബോയ് ഫ്രണ്ട് മോം? ഇപ്പം അവനിക്ക് വരാൻ പറ്റില്ല, അവനൊരു വലിയ ആളാണ്, ഒരു അടലാണ് മോം, പറഞ്ഞ കേൾക്കാം, അവനിക്കിപ്പോൾ വരാൻ പറ്റില്ല. വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രിയയുടെ അച്ഛനമ്മ വിശ്വസിച്ചില്ല, ഞാൻ നമ്പില്ല, അങ്ങനെ ഒഴിവാ ചുമ്മാ വെറുതെ പറയുന്നത്. അങ്ങനെ ഹീറോയ്ക്ക് എൻഗേജ്മെൻറ്റ് ചെയ്തു. അങ്ങനെ ഷുഗർ വരുമ്പോൾ ഷുഗർ എന്തായിരുന്നു അവിടുന്ന് വന്നു, ഹിന്ദിയൊക്കെ വന്നു. അങ്ങനെ ഹോട്ടൽ ബുക്ക് ചെയ്തു, അവിടെ താമസിച്ചു. ഷുഗർ ഫുള്ള് ഹീറോയിൻ എൻട്രി ആയിരുന്നു. ഹീറോയിൻ്റെ അങ്ങനെ ഹീറോയിൻ നടന്നു വന്ന് ഷുഗർ കണ്ടു. ഹീറോയിൻ കരഞ്ഞിട്ട് പറയുന്നത് മാരേജ് കിട്ടി അങ്ങനെ ആയിട്ട്. ഷുഗർ ഹീറോയിൻ്റെ വീട് കണ്ടുപിടിച്ച് ഹീറോയിൻ വന്നേയില്ല. ഞാൻ എന്താ വീട്ടിൽ ഇതെന്ത് ഫംഗ്ഷനാണ്. അങ്ങനെ ഷുഗർ അകത്ത് വന്നിരുന്നു. അങ്ങനെയായിട്ട് ഷുഗറും കൂടെ ഒരു അവിടെ ഒരു ഗേഡ് ഉണ്ടായിരുന്നു. അവരുടെ ട്രാൻസ്ഫർ ആയിട്ട് പറയും, എന്താ ഇവിടെ നിൽക്കുക, കല്യാണം ഇവിടെ. അങ്ങനെയായിട്ട് ഹീറോയിൻ വന്നു. എന്താ അതെന്ത് ഡ്രസ്സ് സാർ അത് കല്യാണം വേണ്ട. ഇത് ഷുഗർ കല്യാണം വേണം പറഞ്ഞാൽ സാർ ഇപ്പം മാരേജ് നടക്കാൻ പോകും അന്ന് പറഞ്ഞു. ഷുഗർക്ക് ടെൻഷനാകാൻ തുടങ്ങി. എന്താ മാരേജാ? അങ്ങനെ ഹീറോയിൻ ഭയങ്കര സാഡായിരുന്നു. ഹീറോയിൻ കുറച്ച് വീക്കായിരുന്നു. എനിക്ക് ഒരുമാതിരി മോം പ്ലീസ് ഞാൻ പോകുന്നില്ലായിരുന്നു. ഹീറോയ്ക്ക് മാരേജ് അങ്ങനെ മാരേജ് കൊണ്ടുവന്നിരുന്ന ചടങ്ങ് പറയുമായിരുന്നു. ഷുഗർക്ക് ടെൻഷനായി, എന്താ മാരേജ് നടക്കുമോ എന്ന് ഷുഗർ മുറിക്കായിരുന്നു. അങ്ങനെ ഹീറോയിൻ താലി ചടങ്ങ് ഇങ്ങനെ താലിയെല്ലാം അവിടെ നിന്ന് കൊണ്ടുപോയി. ഹീറോയിൻ അവിടെ ബുത്തൊന്ന് മാങ്ങി വീണു. അങ്ങനെയിട്ട് എന്താ പറ്റി എല്ലാവരും ഓടി വന്നു. അതായത് താലി കൊണ്ടുവന്ന പെണ്ണ് ഷോക്കായി നിന്നവിടെ. അങ്ങനെ ഇത് ഹീറോയിൻ്റെ ഫ്രണ്ടായിരുന്നു. അതെ ഒരു ഫ്രണ്ടായിരുന്നു. അങ്ങനെ മേഘാൻ ഇത് നന്ദു എന്നായിരുന്നു. നന്ദു ഷോക്കായി, എന്നാ പക്ഷേ ഇവൾക്ക് പറ്റി എന്ന നന്ദു ആണ് അവൾ ഒരു ഫ്രണ്ടായിരുന്നു, അവൾ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ തിരിഞ്ഞു വരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് അയ്യോ ഇവൾ മാങ്ങി വീണു, ഇവൾ അങ്ങനെ ഷോക്കായിരുന്നു. ആ ഷുഗർ വന്നു. അതിലൊരാൾ അത് ഹീറോയിനോടി വന്നു. ഷുഗർ പറഞ്ഞു മാരേജ് സ്റ്റോപ്പ് ചെയ്യും. നീ ആരപ്പ? എൻ്റെ ഈസ് മൈ വൈഫ്. അങ്ങനെ ഷുഗർ പറഞ്ഞു, എൻ്റെ ഗേൾ ഫ്രണ്ട് വെച്ച് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഷുഗർ കേട്ടായിരുന്നു. ഹീറോയെ പെണ്ണിട്ട് അത് ഒരാൾ വന്ന് നോക്കിയായിരുന്നു. അവർക്ക് മനസ്സിലാകുന്ന ഇവൾ പെണ്ണിട്ടാന്ന് പറഞ്ഞു. കല്യാണം ചക്ക ഷോക്കായിരുന്നു. ആൻഡ് മാം എന്നിട്ട് പറഞ്ഞു അവൾക്ക് ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞായിരുന്നു. എന്നെ പറഞ്ഞു ഇത് ഷുഗർ അവർ ബോഡി അവർ ഹീറോൻ്റെ അടുത്ത് ഒരു ഉണ്ടായിരുന്നു. അവർ ട്രാൻസ്ഫർ ആയിട്ട് പറഞ്ഞു ആൻറ്റി ഓൾറെഡി ബോയ് ഫ്രണ്ട് ആണ് അറിഞ്ഞ് നിങ്ങൾ എന്തിനാ കല്യാണം ഇരിക്കണേ? അത് നീ വരുന്നത് പറഞ്ഞിരുന്നു നിനക്ക് ആൻറ്റി, എനിക്ക് ഞാൻ ഒരാളുള്ളതാണ്. ഇത് കേട്ട് ഹീറോയിനോമിക്ക് ഷോക്കായിരുന്നു. അവ പറഞ്ഞത് ശരിയാ, ഞാൻ വരാമെന്ന് നിന്നിച്ച് പോയി, ഞാനിവിടേക്ക് വരാമെന്ന് വെച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് ഷുഗർ വേർത്ത് പറയായിരുന്നു. ആ ചെക്കന് പറയായിരുന്നു. ആ കല്യാണ ചെക്കനക്ക് ഹീറോയിനെന്ന് ഒരുപാട് കണ്ണായിരുന്നു. ഹീറോയ്ക്ക് ബോയ് ഫ്രണ്ട് ഇല്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അതുമാത്രമല്ല ഹീറോയിൻ സിംഗിളായിരുന്നു അങ്ങനെ പറഞ്ഞായിരുന്നു. ആ ചെക്കന് നീ എന്താ പറയുക, നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നിട്ട് ഹീറോയിനെ ഷോക്കായിട്ട് നോക്കുമായിരുന്നു. അതുകൊണ്ട് ഫ്രണ്ടിനോട് കേട്ടായിരുന്നു. പൂജാരോട് കേട്ട് പൂജ പറയാൻ തുടങ്ങി അവൾക്ക് ബോയ് ഫ്രണ്ട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടാ. അതെ പൂജയും പോയിരുന്നു. പൂജ പറയാൻ തുടങ്ങി എടാ മണ്ട അവൾക്കും ബോയ് ഫ്രണ്ട് ഇട്ടു, ബോയ് ഫ്രണ്ടിനെ കാണാൻ പോയതിടാ പൊട്ട എന്ന് പറഞ്ഞു.
അവനക്ക് ഷോക്കായി, സോറി എന്നെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ ചെക്കനെ ഇവിടെ നിന്നായി. അപ്പോൾ ഹീറോ കുറച്ച് മാങ്ങ തുറന്ന് കണ്ണ് തുറന്ന് നോക്കുക, ആരാ നീ എന്ന് ഷുഗർ പറഞ്ഞു ഞാൻ തന്നെ ഇവിടെ മാരേജ് കഴിച്ചോളാം എന്ന് ഷുഗർ എടുത്ത് താലി കെട്ടി. അത് ചടങ്ങ് മൊത്തം നടന്നു. അങ്ങനെ ഷുഗർ ഹീറോയിനെ എടുത്തോണ്ട് വീട്ടിൽ പോയി. ആരാ നീ എന്ന് പറഞ്ഞിട്ട് കാരണം അവൾക്ക് തുറക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഷുഗർക്ക് മനസ്സിലായിരുന്നു. ഷുഗർ ഭയങ്കര ഹാപ്പിയായി. ഷുഗർ ഫ്രണ്ട്സൊക്കെ ഫാമിലിക്കെല്ലാം പറഞ്ഞിരുന്നു, അവർക്കെല്ലാം ഹാപ്പിയായിരുന്നു. ഷുഗർക്ക് സിംഗിളാന്ന് പറഞ്ഞിട്ട് അവൻ്റെ അച്ഛൻ അമ്മക്ക് സാഡായിരുന്നു. ഹീറോയിനെ വീട്ടിൽ വന്നു. ഷുഗറിനെ ഹീറോയിൻ ആരാ ചേട്ടായിരുന്നു. ഹീറോയിൻ ഷുഗർ മാസ്ക് ഊറിയത് കണ്ട് ഷോക്ക. ഹീറോയിൻ എന്താ നീയാണോ? യെസ് ബേബി ഞാൻ തന്നെയാണ്. ഹീറോയിൻ മുറിക്കായിരുന്നു. എന്താടി ഇങ്ങനെ മുറിക്കുന്നത്? എല്ലാത്തും കാരണം നീ, എനിക്ക് എന്ത് പറ്റി? നമ്മുടെ ബേബി ഉണ്ട് എന്ന് ഷുഗർ പറഞ്ഞു. എനിക്ക് ഷുഗർ പോയിക്കോ എല്ലാത്തും കാര്യം നീടാ, എല്ലാം നീ ഇങ്ങനെ നടന്നല്ലായിരുന്നു എന്നകത്ത് ഷുഗർ ചെയ്യുന്നതായിരുന്നു. അത് ഹീറോയിനെ കൂടെ ഷുഗർ ആയിരുന്നു. ഷുഗറിൻ്റെ വീട്ടിൽ ഫാമിലീസ് എല്ലാം വന്നായിരുന്നു. അങ്ങനായിട്ട് ഹീറോയിന് കുറേയൊക്കെ വിളിച്ചോണ്ട് പറഞ്ഞായിരുന്നു. അങ്ങനെ ഇവിടെയിലിരുന്ന ഒരു ഫാമിലി ഒക്കെ കുറേ ദിവസം മാരേജ് ഷുഗർക്കായി ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇത് കണ്ട് ബാക്കി മസാല ഷാക്ക് ജെന്ന് പറയാൻ തുടങ്ങി, എടാ നിന്നെ കാട്ടും ബലത് ഞാൻ, എനിക്ക്